നമ്മളെല്ലാവരെയും ഒരു പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഒരു മാസം നമുക്ക് എത്ര രൂപ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്, എത്ര രൂപ നമുക്ക് സേവിങ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യവും നമ്മൾ എങ്ങനെയാലും കൃത്യമായിട്ട് നോക്കിയിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്ര രൂപ എക്സ്ട്രാ സേവ് ചെയ്യാൻ പറ്റും, എത്ര രൂപ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും, ഈ കാര്യം റെഗുലറായിട്ട് ചെയ്താൽ തന്നെ നമുക്ക് ആ സർപ്ലസ് പൈസ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അതിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് എപ്പോഴും ട്രാക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് എത്ര അസറ്റ്സ് ഉണ്ട്, എത്ര ലയബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു വീടുണ്ടാവും, ആ വീടിന് ചിലപ്പോൾ കുറച്ച് ലോൺ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്, അതാണ് നമ്മുടെ ആക്ച്വൽ സ്വത്ത്. ഈ ആക്ച്വൽ സ്വത്ത് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഓരോരോ ടൈം അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കണം. ഇത് എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മോശം സിറ്റുവേഷനാണ്. ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും വെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പേഴ്സണലി ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ വെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു മണി ലൈഫ് പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.